So our next topic is institutional support to entrepreneurs or agencies promoting entrepreneurship. അപ്പം ഓൺടർപ്രിനേഴ്സിന്റെ സപ്പോർട്ടിനായിട്ട് ഇപ്പോൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓൺടർപ്രിനർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് സെക്ഷൻ ഡിയിൽ 15 മാർക്ക് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ്. അതല്ലാതെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ 4 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കുന്നുണ്ട്. സെക്ഷൻ എയിൽ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ആ ഒരു അബ്രിവേറ്റഡ് ഫോം തന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാ സെക്ഷൻസിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഓൺടർപ്രിനേഴ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ആവശ്യമാണ്. കാരണം എക്കണോമിക് ഡെവലപ്മെന്റ് ത്രൂ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഒക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഓൺടർപ്രിനർഷിപ്പിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. And we know entrepreneurship is the best solution for the problem of unemployment. അപ്പൊ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് they have set up various development institutions such as DIC, Industrial Estates, CIDO, NSIC, KVIC, SISI, etc. അങ്ങനെ ഓൺടർപ്രിനേഴ്സിന്റെ ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറെ ഉണ്ട്. അതല്ലാതെ ഓൾ ഇന്ത്യ ലെവലിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് IDBI, IFCI, ICICI എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇൻ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. So first we'll start with the Small Industries Development Organization or SIDO. See, as the name suggests, ഈ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയുള്ളതാണ്? സ്മോൾ ഇൻഡസ്ട്രീസിന്റെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അത് ആ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് മെയിൻ ആയിട്ട് മനസ്സിലായി. അപ്പോൾ ഇറ്റ് ഇസ് എ നോഡൽ ഏജൻസി ഫോർ ഐഡന്റിഫൈങ് ദ നീഡ്സ് ഓഫ് SSI യൂണിറ്റ്സ്, coordinating and monitoring the policies and programs for promotion of small industries. അപ്പൊ സ്മോൾ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി വേരിയസ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാനും അതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇനി ഈ ഒരു ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് നമുക്ക് മെയിൻ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇസ് കോർഡിനേഷൻ ആക്ടിവിറ്റീസ്. കോർഡിനേഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും അവരുടെ സ്റ്റേറ്റിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയായിട്ട് പല പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാംസും പോളിസീസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയും. So to coordinate various programs and policies of various state governments pertaining to small industries. Second one, ever എന്ത് ചെയ്യും? ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും ബിറ്റ്വീൻ ദ സെൻട്രൽ ഇൻഡസ്ട്രീസ് മിനിസ്ട്രി, സ്റ്റേറ്റ് ലെവൽ ഇൻഡസ്ട്രീസ് മിനിസ്ട്രി ആൻഡ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ സെൻട്രൽ, സ്റ്റേറ്റ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അപ്പൊ അത് കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ്. സെക്കൻഡ് കാറ്റഗറി ഇസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. ആ ഒരു സ്മോൾ ഇൻഡസ്ട്രീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് വൺ, ഡെവലപ്പ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ്. വാട്ട് ആർ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ്? നമ്മളിപ്പം പുറത്ത് നിന്ന് ഒരു സാധനം അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രിയിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെ? ബിക്കോസ് വി ആർ മേക്കിംഗ് ദ പേയ്മെന്റ് ഇൻ ഫോറിൻ കറൻസി. അപ്പൊ നമ്മുടെ കയ്യിലുള്ള റിസർവ്സ് കുറയുന്നു. Now imagine if we can produce the same goods or a substitute product in our own country with our own indigenous resources, then we can save that much foreign reserves. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാതെ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന റിസോഴ്സസ് വെച്ചിട്ട് ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഫോറിൻ റിസർവ്സിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. ഇനി ആൻസിലറി യൂണിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡൻസ് കൊടുക്കാനും വേണ്ടിയായിട്ട് ആവശ്യമുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും. യു നോ വാട്ട് ആർ ആൻസിലറി യൂണിറ്റ്സ്? ആൻസിലറി യൂണിറ്റ്സ് ആണ് ലാർജ് സ്കെയിൽ ബിസിനസ് യൂണിറ്റ്സിന്റെ സ്പെയർ പാർട്സ്, കമ്പോണൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്.
അപ്പൊ അവരുടെ ഡെവലപ്മെന്റിന് ആവശ്യമുള്ള സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തത് റെക്കമെൻഡ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ റിസർവിംഗ് certain items to produce at SSI level only. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മാത്രം മാനുഫാക്ചർ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് ഐറ്റംസിനെ റിസർവ് ചെയ്ത് വെക്കുക. ആ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്ട്സ് വേറെ ആരും മാനുഫാക്ചർ ചെയ്യരുത്. അപ്പൊ SSI യൂണിറ്റ്സിന് അങ്ങനെ ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നു, അവർക്ക് ആ പ്രോഡക്ട്സിന് ഒരു ഡിമാൻഡും കിട്ടുന്നു. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദിയർ സർവൈവൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ MNCs ഒക്കെ ആ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവർ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യും, അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ നമ്മുടെ രാജ്യത്തുള്ള SSI യൂണിറ്റ്സിന് പറ്റത്തില്ല. അപ്പോൾ പീപ്പിൾ വിൽ ബി ഡിസ്കറേജ് ടു എൻറ്റർ ഇൻ ടു ദിസ് സെക്ടർ ഫോർ സ്റ്റാർട്ടിംഗ് ബിസിനസ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്ത് പല ഐറ്റംസും SSI യൂണിറ്റ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ ഒരെണ്ണമാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. So it is with regard to providing training, development and consultancy services to SSI units. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നവർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ട്രെയിനിങ് വേണം. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൺസൾട്ടൻസി സർവീസസിന്റെ ആവശ്യമുണ്ട്. പിന്നെ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ദേ വിൽ ബി maybe they do not have enough technical knowledge, they are not aware of the latest technologies, or they do not know from where they can raise funds. അപ്പൊ അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ്, or they do not know the procedure for starting a SSI unit. അപ്പൊ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് വൺ. സെക്കൻഡ് ഇസ് ടു പ്രൊവൈഡ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ടു വേരിയസ് SSI units. വി നോ SSI യൂണിറ്റ്സിലുള്ളവർ ഇന്റർമീഡിയറീസിനെ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും, മിഡിൽ മെൻ. അപ്പൊ ദേ വിൽ എക്സ്പ്ലോയിറ്റ് ദി ആക്ച്വൽ മാനുഫാക്ചറേഴ്സ്. അവർ പ്രോഫിറ്റിന്റെ മേജർ ഷെയറും ഈ ഇന്റർമീഡിയറീസ് എടുത്തിട്ട് മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് വളരെ തുച്ഛമായ ഒരു ലാഭം മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമുള്ള അസിസ്റ്റൻസ് സിഡോ തന്നെ പ്രൊവൈഡ് ചെയ്യും. Then assist SSI units in selection of plant and machinery, location, layout design and appropriate process. അപ്പം ഏത് സപ്ലയറിന്റെ കയ്യിൽ നിന്നും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള എന്നാൽ റീസണബിൾ റേറ്റിലുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി കിട്ടും, അതിന് ഹെൽപ്പ് ചെയ്യും. SSI യൂണിറ്റ്സിന് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലൊക്കേഷൻ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ കണ്ടു ബെനിഫിറ്റ്സ് ഓഫ് ചൂസിങ് എ ലൊക്കേഷൻ എന്തൊക്കെയാണ്. റോ മെറ്റീരിയൽസിന് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം, അതേസമയം മാർക്കറ്റിന് അടുത്തുള്ള ഒരു സ്ഥലമായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ആ ഏരിയയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലേബർ അവൈലബിൾ ആയിരിക്കണം, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയ ആയിരിക്കണം, വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പറായി ട്രീറ്റ് ചെയ്യാൻ ഫെസിലിറ്റി ഉള്ള ഒരു ഏരിയ ആയിരിക്കണം. അങ്ങനെ പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നോക്കി നമ്മുടെ യൂണിറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, യൂണിറ്റിന്റെ SSI യൂണിറ്റിന്റെ ലേ ഔട്ട് സെറ്റ് ചെയ്യുക, ബാക്കി പ്രോസസ് എല്ലാം പറഞ്ഞു കൊടുക്കുക. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ 3 ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ആണ്: കോർഡിനേഷൻ ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, NSIC. അപ്പൊ NSIC എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നത്? It was established in 1955 and aims at promoting, helping and nurturing the development and growth of SSIs. സ്മോൾ ഇൻഡസ്ട്രീസ് നമുക്ക് ആ നെയിമിൽ കാണുമ്പോൾ തന്നെ അറിയാം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. 1955 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി ഫങ്ഷൻസ് ഓഫ് NSIC 4 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. So let's see what are the functions of NSIC, or National Small Industries Corporation Limited. First is financial assistance by way of hire purchase scheme for purchase of local and imported machinery. നമുക്കിപ്പോ മെഷീനറി നമ്മുടെ ബിസിനസ്സിൽ ആവശ്യമുണ്ട്. ഒന്നുകിൽ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ so they will purchase the machinery either from India or from some foreign country. നമുക്കിപ്പോ ഇവിടെ നിന്ന് കിട്ടത്താണെങ്കിൽ പുറത്തുനിന്ന് വരുത്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ചിലപ്പോ ഇത് മൊത്തം അതിന്റെ എമൗണ്ട് പേ ചെയ്ത് തീർക്കാനായിട്ട് ഫണ്ട്സ് കയ്യിൽ ഉണ്ടാകത്തില്ല.
അങ്ങനത്തെ സിറ്റുവേഷനിൽ ഹയർ പർച്ചേസ് സ്കീം ഓഫർ ചെയ്യുന്നുണ്ട്. ഹയർ പർച്ചേസ് സ്കീം എന്ന് പറയുമ്പോൾ യു ക്യാൻ പേ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ മെഷീനറി കയ്യിലേക്ക് വരുന്നു. പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഇസ് ഹാൻഡഡ് ഓവർ ടു യു ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ദറ്റ് മെഷീനറി ഇൻ യുവർ ബിസിനസ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. എങ്കിലും നമ്മുടെ കയ്യിൽ ഫണ്ട്സ് കുറവാണെങ്കിൽ ഹയർ പർച്ചേസ് സ്കീമാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. കുറച്ച് ഫണ്ട്സ് വെച്ച് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടച്ച് മെഷീനറി എടുത്ത് റൺ ചെയ്ത് തുടങ്ങാം ബിസിനസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ പർച്ചേസ് സ്കീം ഓഫർ ചെയ്യുന്നത് NSIC ആണ്. ഇനി സെക്കൻഡ് വൺ പ്രൊവൈഡ്സ് എക്യുപ്മെന്റ് ലീസിംഗ് ഫെസിലിറ്റി. വാടകയ്ക്ക് എടുക്കുക, അതാണ് എക്യുപ്മെന്റ്. ഹയർ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യുന്നുവെങ്കിൽ ലീസിംഗ് ആകുമ്പോൾ വാടകയ്ക്ക് എടുക്കുന്നതാണ്. സോ നമുക്ക് ഒരു മെഷീനറി ആവശ്യം ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ റെന്റ്. അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാടകയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് റിട്ടേൺ ചെയ്യാം, ആ എക്യുപ്മെന്റ് തിരിച്ച് റിട്ടേൺ ചെയ്യാം. ആൻഡ് ലേറ്റസ്റ്റ് മോഡലിലുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള പുതിയ മെഷീനറി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് അതിനെ നമുക്ക് വാടകയ്ക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി ഡിസ്ട്രിബ്യൂട്ട്സ് ബേസിക് റോ മെറ്റീരിയൽസ് എമംഗ് SSI ത്രൂ റോ മെറ്റീരിയൽ ഡീപോട്സ്. അതായത് എവര് ലംസം ആയിട്ട് NSIC തന്നെ ലംസം ആയിട്ട് റോ മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്ത് കയ്യിൽ വെച്ചിട്ട് അതിനെ ഒരു റീസണബിൾ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഓർ സബ്സിഡൈസ്ഡ് റേറ്റിൽ SSI യൂണിറ്റ്സിന് റോ മെറ്റീരിയൽസ് അവരുടെ ഡിപ്പോട്ട്സിൽ നിന്ന് തന്നെ സപ്ലൈ ചെയ്യുന്നു. അതാണ് തേർഡ് ഫംഗ്ഷൻ. ഫോർത്ത് വൺ, ഇറ്റ് അണ്ടർടേക്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് NSIC ആണ്. നൗ അസിസ്റ്റൻസ് ഫോർ മാർക്കറ്റിംഗ് ദ പ്രോഡക്ട്സ് ഇൻ ദ കൺട്രി ആൻഡ് ഓൾസോ ടു ഹെൽപ്പ് ഇൻ എക്സ്പോർട്ടിംഗ് ദ പ്രോഡക്ട്സ് ഓഫ് SSI യൂണിറ്റ്സ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് മാനുഫാക്ചർ ചെയ്ത പ്രോഡക്ട്സിന് ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, ബോത്ത് അറ്റ് ദ ഡൊമസ്റ്റിക് ലെവൽ ആൻഡ് അറ്റ് ദ നാഷണൽ ലെവൽ. സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിനും ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, മോഡേണൈസേഷൻ ഒക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് NSIC കൊടുക്കുന്ന ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ ഇസ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ഓർ TCOs. യൂഷ്വലി 2 മാർക്സിന് വാട്ട് ആർ TCOs എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം ഏതൊരു സ്ഥാപനമായാലും ദേ നീഡ് കൺസൾട്ടൻസി സർവീസസ് അല്ലെ. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം കൺസൾട്ടൻസി സർവീസസ് വേണം. അപ്പൊ എക്സ്പേർട്സിന്റെ കൺസൾട്ടൻസി സർവീസ് തിരക്കി പോകുമ്പോൾ യൂഷ്വലി ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആൻഡ് ദേ കൻ നോട്ട് അഫോർഡ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് അഫോർഡബിൾ റേറ്റിൽ കൺസൾട്ടൻസി, അതും എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്ന് തന്നെയുള്ള കൺസൾട്ടൻസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IDBI, IFCI, ICICI ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ ഒരുമിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത നെറ്റ്വർക്സിന്റെ പേരാണ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ ഒരുമിച്ച് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പലയിടത്തായിട്ട് ടു പ്രൊവൈഡ് അഫോർഡബിൾ കൺസൾട്ടൻസി സർവീസസ്. അപ്പൊ ഈ TCOs ആർക്കൊക്കെയാണ് കൺസൾട്ടൻസി സർവീസ് കൊടുക്കുന്നത്? സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് കൊടുക്കും, ഇൻഡിവിജ്വൽ ഓൺടർപ്രണേഴ്സിന് കൊടുക്കും, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഏജൻസീസ് ക്യാൻ സീക്ക് ദ കൺസൾട്ടൻസി സർവീസസ്, വേരിയസ് സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവർക്ക് എല്ലാവർക്കും എവിടെ കഴിഞ്ഞ് കൺസൾട്ടൻസി സർവീസസ് അവൈൽ ചെയ്യാവുന്നതാണ്. വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ഓഫ് TCOs or ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഉള്ള പ്രോജക്ട്സ് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ഈ പ്രോജക്ട്സിന്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഹൗ ഫീസിബിൾ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി, വിൽ ഇറ്റ് ബി എ സക്സസ് ഇൻ ദ മാർക്കറ്റ് ഓർ നോട്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. രണ്ടാമത്തത്, പല പ്രപ്പോസൽസും ഓൺടർപ്രണേഴ്സ് സെറ്റ് ഫോർവേഡ് ചെയ്യും. ഇങ്ങനത്തെ പ്രോജക്റ്റ് ഐഡിയാസ് ഉണ്ട്, ഇത് നമ്മൾ കൊണ്ടുവന്നാൽ വരുമോ ഇല്ലയോ. അപ്പൊ ഈ ഓരോ പ്രോജക്റ്റ് പ്രപ്പോസൽസിനെയും ഇവാലുവേറ്റ് ചെയ്യുക. Then provide services in project reports preparation and project implementation. ആദ്യം നമുക്ക് മനസ്സിലൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. ആ ഐഡിയനെ നമ്മളൊരു അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ ആക്ഷൻസ് പ്ലാൻ ചെയ്യാനായിട്ടും പറ്റത്തുള്ളൂ. അതേസമയം തന്നെ ഇതിനൊക്കെ ആവശ്യമുള്ള ഫണ്ട്സ് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്ട് റിപ്പോർട്ടാണ് നമ്മൾ കൊണ്ടുപോയി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കാണിച്ച് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നത്.
അപ്പൊ ഈ പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടും ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുമായിട്ട് ഉള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇപ്പോൾ ഉള്ള പ്രോഡക്ട്സും ഇനി വരാൻ പോകുന്ന പുതിയ പ്രോഡക്ട്സിനും ഒക്കെ മാർക്കറ്റിൽ എന്തുമാത്രം ഷെയർ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് മാർക്കറ്റ് സർവേസ് നടത്താവുന്നതാണ്. ഇനി സിക്ക് ആയി പോയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ വാട്ട് ആർ സിക്ക് യൂണിറ്റ്സ്, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. 6 മാസമായിട്ട് അടച്ചുപൂട്ടി ഇട്ടിരിക്കുവാണ്, അല്ലെങ്കിൽ അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ലോസ് തന്നെ ഇൻകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് നമ്മൾ സിക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയും. അപ്പൊ അവരുടെ റീഹാബിലിറ്റേഷൻ, അതായത് അവരെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അഡ്വൈസ് കൊടുക്കുന്നതാണ് അടുത്ത ആക്ടിവിറ്റി. ഇനി ഓൺടർപ്രണേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസ് എൻഗേജ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് പ്രോഡക്ട്സിനൊക്കെ അങ്ങനത്തെ പ്രോജക്ട്സിന് കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അത്രയാണ് TCOയുടെ മെയിൻ ആക്ടിവിറ്റീസ്. And we'll study one more institution in today's class, that is Small Industries Service Institutes, that is SISIs. SISIs are set up in 1956 to provide consultancy and training to small entrepreneurs. Small entrepreneurs ne focus ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ള ഓൺട്രപ്രണേഴ്സും ഇനി വരാൻ പോകുന്ന ഓൺട്രപ്രണേഴ്സിനും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കൺസൾട്ടൻസി സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ SISIസിന്റെ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് കമ്മീഷണർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓഫീസിന്റെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ട്രെയിനിങ് ഡിവിഷൻ ആണ് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് SSIs? To act as an interface between the central and the state government, രണ്ടിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുക. Then to render technical support services, technical consultancy തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അതല്ലാതെ പ്രൊമോഷണൽ പ്രോഗ്രാംസ് പുട്ട് ഫോർവേഡ് ചെയ്യുക. ഇപ്പൊ എക്സിബിഷൻസ് ഒക്കെ വെച്ച് അങ്ങനെ അതുവഴിയായിട്ട് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്സ് പോലെ അറേഞ്ച് ചെയ്ത് അതുവഴിയായിട്ട് ഓൺടർപ്രണേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും തമ്മിലൊന്ന് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ട്രേഡ് ആൻഡ് മാർക്കറ്റ് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുക, എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ സർവീസ്. ഇപ്പോൾ സ്റ്റേറ്റിൽ ഏത് ഏരിയയിൽ കൂടുതൽ പ്രോജക്ട്സ് വരാൻ പൊട്ടൻഷ്യൽ ഉണ്ട്, ഏത് ഏരിയാസിന് ഫർദർ ഡെവലപ്മെന്റിന് ചാൻസ് ഉണ്ട്, അത് സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലും ഏതൊക്കെ ഏരിയാസിനാണ് എന്ന് സർവേ നടത്തി മനസ്സിലാക്കുക. ഇതൊക്കെയാണ് SISIയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.